കശുവണ്ടി മേഖല തകർച്ചയിലാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തകർച്ചയിലാവുമ്പോ കൈയടിക്കുന്ന തകർച്ചയിലാന്ന് കശുവണ്ടി മേഖലയുടെ തകർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് ഇറക്കുമതിക്ക് ടാക്സ് ഏർപ്പെടുത്തിയപ്പോഴാണ്. ഇന്ത്യയിൽ ആദ്യമായി കശുവണ്ടിക്ക് ഇറക്കുമതിക്ക് ടാക്സ് ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുത്ത MP ആണ് പ്രേമേന്ദ്രൻ. അതിന്റെ ഭാഗമായിട്ട് ടാക്സ് ഏർപ്പെടുത്തി, 9% ടാക്സ് ഏർപ്പെടുത്തി. ആ കശുവണ്ടിയുടെ വില കൂടി കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അത് അറിഞ്ഞൂടെങ്കിൽ പറയുക. ഞാൻ ഈ ഫ്ലോറിൽ നിന്നല്ലേ പറയുന്നത്, നിന്നാണ് പറയുന്നത്. ഇവിടെ കശുവണ്ടിക്ക് ടാക്സ് ഏർപ്പെടുത്താൻ നിവേദനം കൊടുത്ത ആ വ്യവസായത്തെ തകർച്ചയിലേക്ക് തള്ളിവിട്ടതിന് നേതൃത്വം കൊടുത്തയാളാണ്. പിന്നെ ഇവിടെ ഇപ്പോഴും കാഷ്യൂ കോർപ്പറേഷനും കാപ്പെക്സും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് ഫാക്ടറി പോയി നോക്കണം. ഇങ്ങനെയൊക്കെ നിന്ന് ചോദിക്കും. അതില് കശുവണ്ടി മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന ചോദ്യം, ആശുപത്രിയിൽ മരുന്നിൽ ഇവിടെ കൂടി നിന്നിട്ട് നമുക്ക് അങ്ങനെ പറയാം. കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഒരു ശ്രോതാവ് വന്നിട്ട് അവിടെ നെഫ്രോളജി യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്റെ ചർച്ചയില്ല, കുരുക്ഷേത്രത്തിലാ ഉദ്ദേശിച്ചത്. കുരുക്ഷേത്രത്തിലാ. ചിന്താചറോമിന്റെ പൊതിച്ചോറല്ലേ? അതെ. അതെ. എന്നിട്ട് പിറ്റേന്ന് ഏഷ്യാനെറ്റുകാർ, ഞാനല്ല, ഏഷ്യാനെറ്റ് ചാനലുകാർ അവിടെ പോയി, ആശുപത്രിയിൽ പോയി. അപ്പൊ അന്ന് തന്നെ ചിന്ത പറഞ്ഞു, എന്നോടൊപ്പം വന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം പോയില്ല. അവിടെ പിറ്റേന്ന് ഏഷ്യാനെറ്റുകാർ പോയി. അവിടെ നെഫ്രോളജി യൂണിറ്റ് ഉണ്ട്, ഡോക്ടറുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിനെല്ലാം എല്ലാ ട്രീറ്റ്മെന്റും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ പോലൊരു ചാനലാണ് റിപ്പോർട്ട് ചെയ്തത്, ഞാനല്ല. പക്ഷേ മരുന്ന് ക്ഷാമമുണ്ടല്ലോ കേരളത്തിലെ ആശുപത്രികളിൽ. മരുന്ന് ക്ഷാമം പ്രചരിപ്പിക്കപ്പെടുന്ന മരുന്ന് ക്ഷാമമാണ്. അങ്ങനെ ഒരു ക്ഷാമം നിലവിലില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നോക്കൂ, അങ്ങനെ കശുവണ്ടിയുടെ കാര്യമാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യമാണെങ്കിലും സർക്കാരിനെതിരായ വിരുദ്ധ വികാരം ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ക്ഷാമമില്ല എന്നതാണ് നൗഷാദിന്റെ വാദം. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ UDF-നെതിരായി വന്ന ആരോപണങ്ങൾക്ക് മാത്രമേ മറുപടിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു കശുവണ്ടിയുടെ ഇറക്കുമതി ചുങ്കം കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. പച്ചക്കള്ളം. സംസാരിക്കുന്ന രേഖകൾ പാർലമെന്റിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ആ വിഷയത്തിൽ. ആ വെല്ലുവിളി നമുക്ക് അതെ ആ വെല്ലുവിളി 5-ാം തീയതി ഞാൻ വികസന രേഖയുമായി അദ്ദേഹത്തെ വീട്ടിൽ പോകുമ്പോൾ താങ്കൾ കൂടി വന്നാൽ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. രണ്ടാമത്തേത്, ഇവിടെ പറഞ്ഞത് DPR തയ്യാറാക്കിയതിനു ശേഷം മതി ജനപ്രതിനിധികളുടെ ഇടപെടൽ എന്നാണ്. അങ്ങനെയല്ല, DPR തയ്യാറാക്കുമ്പോൾ ജനപ്രതിനിധികളുടെ ഇടപെടൽ വേണം. അങ്ങനെ ഇടപെട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഓലയിൽ പാലം പാതി വഴി നിൽക്കുന്ന എന്താണെന്ന് MLA മറുപടി പറയുമോ? സ്വാഭാവികമായിട്ടും മറുപടി പറയണല്ലോ. അലൈൻമെന്റ് ആണോ പാതി വഴി നിൽക്കുന്ന പാലം? MLA-യുടെ അലൈൻമെന്റ് തെറ്റിക്കിടക്കുക, ആ പാലം തെറ്റിക്കിടക്കുക. അതുകൊണ്ടാണല്ലോ ആ പാലം തെറ്റിയത്. അപ്പോ ഇവിടെ പറഞ്ഞെന്താ വികസനത്തെ സംബന്ധിച്ച ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അവിടെ പിന്നെ ആശ്രാമത്തെ ESI ആശുപത്രി കുറിച്ച് പറഞ്ഞു. തൊട്ടപ്പുറത്തെ ആശ്രാമത്ത് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസ് ഇപ്പൊ ഭാർഗവി നിലയമായി കിടക്കുക. അവിടെ 108 കോടി രൂപയുടെ വികസനം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് 2020 4 വർഷമായി പൂട്ടിയിട്ടിരിക്കുക. ഒന്ന്. രണ്ട്, തൊട്ടപ്പുറത്തോട്ട് പോയാൽ KSRTC-യുടെ ബസ് സ്റ്റാൻഡ്. KSRTC-യുടെ ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1 കോടി രൂപ MP ഫണ്ടിൽ നിന്നും വിലയിരുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം AS കൊടുക്കാൻ ശ്രമിച്ചത് 2017-ലാണ്. MLA-യുടെ ഫണ്ടിൽ നിന്ന് 2017-ൽ അദ്ദേഹം 1 കോടി രൂപ കൊടുത്ത ആ കെട്ടിടം ഒന്ന് കാണിച്ചു തരാമോ? ആ നിർമ്മാണ പ്രവർത്തനം കാണിച്ചു തരാമോ? ഇനി അദ്ദേഹം പറഞ്ഞത് എന്ത് പൊതുപ്രവർത്തനം നമ്മളെ സംബന്ധിച്ചതാ, പ്രേമേന്ദ്രനെ സംബന്ധിച്ച് ഏത് പൊതുപ്രവർത്തകർക്കും അസൂയ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത്. ഇത്രയും നല്ല ഒരു MP ഏത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ അസൂയ തോന്നും. കാരണം അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ ഇതിലുള്ള ഗ്രാഹ്യം, അദ്ദേഹത്തിലുള്ള അറിവ്, അദ്ദേഹത്തിലുള്ള പാണ്ഡിത്യം, അതൊക്കെ നമുക്കെല്ലാം അസൂയ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് പക്ഷേ അസൂയ മാത്രമേ ഉള്ളൂ, നാട്ടിലൊന്നും നടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒന്നിച്ചു പോവാം. ഒന്നുകൂടെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2 ഗസറ്റുണ്ട്.
ഒന്ന് ഇവർ പറഞ്ഞെന്താ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാനുണ്ടെന്നാ കോടതിയിൽ പോയി എന്തിനാ 14,000 കോടി കടമെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് തെറ്റി. രണ്ടാമത്തേത് അദ്ദേഹം പാർലമെന്റിൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ തെളിവുകൾ ഞാൻ വീണ്ടും താങ്കളുടെ മുമ്പിൽ. പക്ഷേ അത് കേരളത്തിനെതിരായിരുന്നു എന്നതാണ് LDFന്റെ വാദം. അത് അദ്ദേഹത്തിന്റെ വാദമാണ്. സംസാരിച്ചില്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല നോക്കൂ, അങ്ങനെയാണെങ്കിൽ കേരളത്തിനെതിരെ സംസാരിച്ചൊരു MP ആണ് നിങ്ങൾ ഈ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്നത്. കേരളത്തിനെതിരെയല്ല, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് വിരുദ്ധങ്ങളായ അഭിപ്രായം കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നു. അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി ഉണ്ടാകണം എന്നൊരു MP. ഒറ്റ ചോദ്യമുള്ളൂ, കർണാടകയിൽ നിന്ന് നിങ്ങൾ സമരം ചെയ്തല്ലോ ഡൽഹിയിൽ, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ MP അടക്കം നിങ്ങൾ പോയി ദില്ലി ചെലവിൽ പങ്കെടുക്കാഞ്ഞത്? ഒറ്റ കാര്യം, കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 1 രൂപയെങ്കിലും ഇനി കിട്ടാനുണ്ടെന്ന് അവർ പറയുന്നുണ്ടോ? അവരെന്താ കോടതിയിൽ ആവശ്യപ്പെട്ടത്? അത് കോടതി തീരുമാനിക്കട്ടെ. കടമെടുക്കാനുള്ള അവകാശം. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായമില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ ജ്യോതികുമാർ, ഇതൊരു ഭരണഘടനാ വിഷയമാണ്, രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ മോദി സർക്കാർ ചെയ്യുന്നതിന് എല്ലാത്തിനും സിന്ദാബാദ് വിളിക്കുന്നത് എന്തിനാണെന്നാണ് LDF ചോദിക്കുന്നത്. കൃത്യമായോട് പറയാം. ഇവിടെ കടമെടുപ്പ് പരിധി അത് നമ്മുടെ ഭരണഘടന അനുവദിച്ച നൽകുന്ന കടമെടുപ്പിന്റെ പരിധിയുണ്ട്. ആ പരിധി ലംഘിക്കണമെങ്കിൽ ആ പരിധി എന്ന് പറഞ്ഞാൽ 3%. GSDPയുടെ 3% തർക്കമല്ലോ. ആ 3%-ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് സാധ്യമല്ല. അപ്പൊ അത് കൂട്ടി തരണമെന്ന് പറഞ്ഞു. പക്ഷേ സാർ, ഇത് കേന്ദ്രത്തിന് ബാധകമല്ല എന്നത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? 205 ലക്ഷം കോടിയാണ് വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറേറ്റ് കിട്ടിയ താങ്കൾ ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആ സംസ്ഥാനത്തിന്റെ ബെയിലൗട്ട് ചെയ്യേണ്ടത് ആരാണ്? ആരാ ബെയിലൗട്ട് ചെയ്യേണ്ടത്? ബിജെപിയുടെ വാദമാണ്. ഇത് ബിജെപിയുടെ വാദം. ഇത് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ നാടാണ്. നോക്കൂ, കേന്ദ്രത്തിന്റെ കടം 205 ലക്ഷം കോടി. GDPയുടെ എത്ര ശതമാനമാണ്? താങ്കൾ GSDPയുടെ എത്ര ശതമാനമാണ്? താങ്കൾ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. താങ്കൾ പറയൂ, 205 ലക്ഷം കോടിയാണ് കേന്ദ്രത്തിന്റെ കടം. തിരിച്ചു ചോദിക്കട്ടെ. 2016 മെയ് മാസം 25-ാം തീയതി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോ 1,20,20,000 കോടിയായിരുന്നു. 1957 മുതൽ എത്ര കോടി? 76,000 കോടിയായിരുന്നു. അവിടെ 1 ലക്ഷത്തിലേക്ക് പോയത്. 57 മുതൽ 2016 വരെ ഞാൻ പറഞ്ഞു. ഇപ്പൊ 2016 മുതൽ 2027 ആയപ്പോ 4 ലക്ഷം കോടിയായി. അതിനപ്പുറത്തേക്കാണ് അപ്പോ ധാരാളിത്തം, ഇവിടുത്തെ പിടിപ്പുകേട്, സാമ്പത്തികത്തിൽ സുതാര്യമില്ലായ്മ. അതാണ് ചോദ്യം. നിങ്ങൾ സംസാരിക്കുന്നത് ബിജെപിയുടെ ടോൺ ആണോ എന്ന് LDF ആവർത്തിക്കുന്നതാണ്. അങ്ങനെ വി മുരളീധരൻ സംസാരിക്കുന്ന പോലാണോ ജ്യോതികുമാറും NK പ്രേമചന്ദ്രൻ സംസാരിക്കേണ്ടതാണ് ചോദ്യം. രാഷ്ട്രീയ ചോദ്യമാണ്. കൃത്യം മറുപടി. അങ്ങനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോ ഞങ്ങളെ BJP-കാരാകുമെങ്കിൽ അത് 8 മടക്കാൻ കൈ വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ ഈ രാജ്യത്ത് നിലവിലുള്ള നമ്മളായിട്ട് ജ്യോതികുമാർ ഒരു കോൺഗ്രസ് BJP ആക്കേണ്ടതില്ലല്ലോ. അതില്ല. പക്ഷെ രാജേന്ദ്രനെ വീട്ടിൽ പൂട്ടിയിടണം. രാജേന്ദ്രൻ മാത്രമല്ല, പല നേതാക്കളും BJP-യിലേക്ക് പോകാതിരിക്കുകയാണെന്ന് BJP പറയുന്നു. നൗഷാദ് മറുപടി പറയാം. അതിന് മുമ്പ് ശ്യാംകുമാർ.